പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഇതൊരു ട്രാവൽ വ്ളോഗാണ്. എല്ലാ വർഷവും ജൂലൈ ഓഗസ്റ്റ് ഞങ്ങൾ നാട്ടിലോട്ട് വരുന്നതിൻ്റെ ട്രാവൽ വ്ളോഗ് ഞാൻ ഇടാറുള്ളതാണ്. പക്ഷേ ഇത്തവണ ഒരുപാട് ലേറ്റ് ആവുകയും ചെയ്തു. ഇനി ഇടാനുള്ള ടൈം എനിക്ക് കിട്ടിയതുപോലെ കുറച്ച് നാട്ടിൽ വന്നിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോഴത്തേനും തന്നെ ഞങ്ങൾ ജൂലൈ 13 നാട്ടിൽ വന്നത്. അപ്പോൾ ഞങ്ങൾ അബുദാബി ടു മുംബൈ ടു ട്രിവാൻഡ്രം അങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ അത് അബുദാബി എയർപോർട്ടാണ്. ഞങ്ങൾ 4 പേരും കൂടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒന്നിച്ച് വരുന്നത്. എപ്പോഴും റിട്ടേൺ ഒന്നിച്ചാവും, പക്ഷേ വരുന്ന ടൈമിൽ ഞാനും മക്കളുമായിരിക്കും ഫസ്റ്റ് വരുന്നത്. ഇപ്പോൾ 4 പേരും കൂടെ ഒന്നിച്ച് അബുദാബിയിൽ നിന്ന് മുംബൈക്കുള്ള ഫ്ലൈറ്റിലോട്ടാണ്. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗേറ്റിലോട്ട് പോവുകയാണ്. അപ്പം എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 6 മണിക്കൂർ മുന്നേ ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു 14 മണിക്കൂർ മുംബൈയിൽ സ്റ്റേ ചെയ്യേണ്ട ആവശ്യം വന്നു. അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് അകത്ത് തന്നെ ഒരു ചെറിയ ടാക്സി പോലെ ഒരെണ്ണമുണ്ടല്ലോ, ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ കൊണ്ടുപോകണം, ഒരുപാട് ദൂരം നടക്കാനുണ്ടായിരുന്നു. അപ്പം ഫ്ലൈറ്റിൻ്റെ സമയമായി നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ്. അങ്ങനെ ഞങ്ങൾ മുംബൈയിലെത്തി കേട്ടോ. മുംബൈയിൽ മോർണിംഗ് തന്നെ എത്തി. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടിനകത്ത് തന്നെയുള്ളൊരു ഹോട്ടലിൽ ഞങ്ങൾ റൂം എടുക്കുമായിരുന്നു. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാരണം, ഇതുപോലെ ഫ്ലൈറ്റ് നേരത്തെ വന്നിട്ട് അവിടെ അങ്ങനെ സ്റ്റേ ചെയ്യേണ്ട വരുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുമെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാനിതിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കാരണം 6 മണിക്കൂർ മുന്നേ ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ 5 മണിക്ക് ഞങ്ങൾക്ക് ഇവിടെ എത്തേണ്ടി വന്നു. അതിനുശേഷം ഏകദേശം വൈകുന്നേരം 5 മണിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് നാട്ടിലോട്ടുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ഈ ഹോട്ടലിൽ തന്നെ നമുക്ക് റൂം എടുക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ബാഗ് എല്ലാം എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ബാഗെല്ലാം ചെക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കീപ്പ് ചെയ്യും. നമ്മൾ ഇത്രയും നേരം നമുക്ക് കൈക്കൊണ്ട് കിടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതെല്ലാം കീപ്പ് ചെയ്യുന്നതിന് സെപ്പറേറ്റ് എന്തെങ്കിലും ചാർജ് ഉണ്ടാവും. അപ്പോൾ അതിന് പകരം നമുക്ക് സ്റ്റേ ചെയ്യാനും ഈ ബാഗ് കീപ്പ് ചെയ്യാനും കൂടെ ഒന്നിച്ച് ഒരു ഡേയിൽ എടുത്ത് 6500 രൂപയായിരുന്നു. കാരണം ഇത് 6500 രൂപ എന്നാൽ ഒരുപാട് കൂടുതലാണെങ്കിലും എയർപോർട്ടിനകത്ത് ഇത്രയൊരു ഈ ഒരു ഫെസിലിറ്റിയോടുകൂടി ഈ ഒരു റേറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം തന്നെയാണ്. കാരണം നമ്മൾ ടാക്സി വിളിച്ച് പുറത്ത് പോയി ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നതിന് ഇതിനെക്കാട്ടും കൂടുതൽ ചാർജോ. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കിട്ടും, അവിടെ ഫ്രീ ആയിട്ട് കിട്ടും. ലഞ്ചും ഡിന്നറും നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഒന്ന് ഉറങ്ങി എണീറ്റ് എല്ലാം ഫ്രഷായിട്ട് വീണ്ടും ഞങ്ങൾ അടുത്ത ട്രിവാൻഡ്രത്തേക്കുള്ള ഫ്ലൈറ്റിന് ബാഗെല്ലാം ചെക്കൗട്ട് ചെയ്ത് ബാഗെല്ലാം ഇട്ട് ബോർഡിംഗ് പാസ് എല്ലാം കിട്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ മുംബൈയിലും മഴയായിരുന്നു. മുംബൈ എയർപോർട്ടാണിത്. അങ്ങനെ നമ്മുടെ നാട്ടിലേക്കുള്ള ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ്. അങ്ങനെ ട്രിവാൻഡ്രത്ത് ലാൻഡിങ് ആണ്. ഏകദേശം 8 മണിയോളൊക്കെ ആയപ്പം ട്രിവാൻഡ്രത്തെത്തി. അച്ഛൻ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ഒപ്പം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് വീട്ടിലെത്തി. വീട്ടിലോട്ടാണ് പോയത്. രാത്രി ആയതുകൊണ്ട് എൻ്റെ വീട്ടിലോട്ടാണ് പോയത്. ജസ്റ്റ് ചെറിയൊരു വീഡിയോ അല്ല, പ്രാവശ്യം ഞാനിങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളത് കൊണ്ട് ഒരു ഫാമിലി വ്ളോഗായിട്ട് ജസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പിറ്റേന്ന് ഞങ്ങൾ കമഞ്ചേരി അമ്പലത്തിലൊക്കെ പോയി. അമ്പലത്തിലന്ന് ഓണത്തിന് കിട്ടിയ ഊഞ്ഞാലെതിരെ അയച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ നവീനയും നന്ദനയും നാടിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ജൂലൈ 14 ഞങ്ങളുടെ വീട് വെച്ചിട്ട് 1 ഇയർ ആയിരുന്നു. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ അന്ന് വൈകിട്ട് തന്നെ എത്തി. അപ്പം അന്ന് ഇപ്പം 1 വർഷം മുന്നേ ഇട്ടുന്ന വീഡിയോ അല്ലേ. പിന്നെ ചെടികളൊക്കെ എത്ര ആയി എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനതിട്ടത്. അങ്ങനെ നമ്മുടെ വീട്ടിൽ അന്ന് നട്ടിരുന്ന ചെടികളൊക്കെ നന്നായി വളർന്നിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ തന്നെ ഇരിക്കുന്നു. ഇത് നൈറ്റിലെ വ്യൂ ആണ്. ജസ്റ്റ് ഒന്ന് എടുത്തെന്നുള്ളതേ ഉള്ളൂ.
ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത പല വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടും. എല്ലാ കൂട്ടുകാരും വീഡിയോയ്ക്ക് കണ്ടു കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും. പറ്റുന്നിടത്തോളം മഴ പെയ്യുന്നതും ഒക്കെ ഞാനൊന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചെടികളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിനുശേഷം എടുത്ത വീഡിയോ ആണിത്. അപ്പം നവനന്ദനത്തിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.